അവൾ കണ്ണു നിറച്ച് അവനെ പകപ്പോടെ നോക്കി നിന്ന നേരമാണ് ടോണി അവളുടെ ഭാഗമായി അകത്തേക്ക് കയറി വന്നത്. സാർ, ടോണി അർജുനെ വിളിച്ചപ്പോഴാണ് ഭദ്രയും അവനെ കാണുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് കാണെ അവളൊരു ആശ്വാസത്തോടെ ഒപ്പം നന്ദിയോടെ ടോണിയെ നോക്കി. അത് വാങ്ങി പിടിക്കടി. ടോണിക്ക് നേരെയുള്ള അവളുടെ നോട്ടം ഇഷ്ടമാകാതെ അർജുൻ ശബ്ദമുയർത്തി. ഭദ്ര ഒന്ന് ഞെട്ടി. പിന്നെ പെട്ടെന്ന് ടോണിയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി പിടിച്ചു. അർജുന നോട്ടം എത്തിയതും ടോണി വേഗം അവിടുന്ന് പുറത്തേക്ക് നടന്നു. ഇതാ നിനക്കുള്ള മുറി. താഴത്തെ നിലയിൽ കിച്ചനോട് ചേർന്നുള്ള ഒരു റൂം കാണിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഭദ്ര പതിയെ തലയുയർത്തി നോക്കി. ഇനി കുറച്ച് നാൾ നീ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞതും അവൾ പതിയെ തലകുലുക്കി. ഞാൻ എന്തേലും പറയുമ്പോൾ അതിന് വാ തുറന്ന് മറുപടി പറയണം. അല്ലാതെ ഇതുപോലെ തല അനക്കിയുള്ള പരിപാടി എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? അർജുൻ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഭദ്ര അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. മനസ്സിലായോന്ന് അവൻ്റെ ശബ്ദമുയർന്നു. ഭദ്ര പെട്ടെന്ന് പുറകിലേക്ക് രണ്ടടി മാറി അവനെ ഭയത്തോടെ നോക്കി തല കുലുക്കി. ഉവ്. അവൻ്റെ കനത്ത മുഖം കാണെ അവൾ പെട്ടെന്ന് പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഭദ്ര അവൻ പോകുന്നത് നോക്കി പുറകിലുള്ള ഭിത്തിയിലേക്കൊന്ന് ചാരി. പിന്നെ കണ്ണടച്ച് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. അവളുടെ മനസ്സിൽ ഇന്നത്തെ ഓരോ സംഭവങ്ങളും കടന്നുപോയി. രാവിലെ ഒരു മേഡം വീട്ടിലേക്ക് വന്നതും അതിനുശേഷം ഒന്നും ചെയ്യാനില്ലാതെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇരുന്നു പോയതും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടോണി എത്തി ഡ്രസ്സും മറ്റും എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുത്ത് റെഡിയാകാൻ പറഞ്ഞത്. എവിടേക്കാ എന്താ എന്ന് മനസ്സിലാകാതെ നിന്ന് അവളെ നോക്കി. അർജുൻ സാറിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. സാർ തിരുവനന്തപുരത്താണെന്നും ടോണി പറഞ്ഞു. പിന്നെ മറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. ഉള്ള 5-6 ഡ്രസ്സുകൾ ഒരു കവറിലാക്കി അവനൊപ്പം ഇറങ്ങി. ഇങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിൽ അവനൊരു ഊണ് വാങ്ങിത്തരികയും ഒപ്പം ഡ്രസ്സൊക്കെ വയ്ക്കാൻ ഒരു ബാഗും വാങ്ങിത്തന്നു. പിന്നീടുള്ള യാത്രയ്ക്കിടയിൽ എപ്പോഴോ മയങ്ങിപ്പോയി. പിന്നെ മയക്കമുണർന്നപ്പോൾ കാണുന്നത് അർജുനെയുമാണ്. ഭദ്രയൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ബാഗുമായി റൂമിലുള്ള ബെഡിലേക്കിരുന്നു. എൻ്റെ ഭഗവതി, എൻ്റെ ജീവിതം എങ്ങോട്ടായി പോകുന്നത്? ഇതാ അർജുൻ സാറിൻ്റെ വീടാണോ? അപ്പോൾ കൊച്ചിയിലുള്ള വീടോ? ഇവിടേക്ക് എന്തിനാകും എന്നെ കൊണ്ടുവന്നത്? ലച്ചു ഇപ്പോൾ ഒരുപാട് അകലെയാണല്ലോ. അവൾക്ക് ഒരാവശ്യം വന്നാൽ ഞാൻ എങ്ങനെ അവിടെ എത്തും? ഓരോ നേർക്കെ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ റൂമിലെത്തിയൊന്ന് ഫ്രഷായി ഒരു ട്രാക്ക് പാൻസും സ്ലീവ്ലെസ് ടീഷർട്ടും എടുത്തിട്ട് ബെഡിലേക്ക് വന്ന് കിടന്നു. മയങ്ങാൻ വേണ്ടി കണ്ണടച്ചെങ്കിലും അവൻ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയെ പതിയെ കൊല്ലാനുള്ള നീക്കങ്ങളാണ് അരങ്ങേറുന്നത് എന്നോർക്കെ അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. അമ്മയുടെ മരണം ആഗ്രഹിക്കുന്ന പ്രധാന ആൾ സ്വന്തം പിതാവ് തന്നെയാണെന്നതോർക്കെ ഓർക്കും തോറും അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഒപ്പം മതിയായ സങ്കടവും. ചെറുപ്പത്തിൽ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം അവനുണ്ടായിരുന്നത് അവൻ്റെ അച്ഛനോടായിരുന്നു. അച്ഛനും അമ്മയും അർജുനും അടങ്ങുന്ന സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന വീട്ടിൽ എപ്പോഴാണ് വഴക്കും കരച്ചിലും ബഹളവും നിറഞ്ഞതെന്ന് അവന് ഓർമ്മയില്ല. അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. വല്ലാതെ ദേഷ്യപ്പെട്ട് അച്ഛനോട് വഴക്കിടുന്ന അമ്മയോട് ആദ്യമൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇഷ്ടക്കേടും കാണിച്ചിട്ടുണ്ട്. അമ്മ ഒറ്റയ്ക്ക് കണ്ണുനീർ വാർത്ത് കിടക്കുമ്പോൾ താൻ അച്ഛൻ്റെ ചൂട് പറ്റി കിടക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായി മറ്റൊരു സ്ത്രീയുടെ പേര് പറഞ്ഞാണ് അമ്മ വഴക്കുണ്ടാക്കുന്നതെന്ന്. അമ്മയ്ക്ക് തെറ്റ് പറ്റിയതാകും. അച്ഛൻ അമ്മയോട് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നൊക്കെ അന്നത്തെ അവൻ്റെ മനസ്സ് ശാഠ്യം പിടിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരിക്കലും ഒരു ബിസിനസ് പാർട്ടിക്കിടയിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സ്വന്തം അച്ഛൻ മറ്റൊരു സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നതും അവരെ ചുംബിക്കുന്നതും കണ്ടതോടെ പെറ്റമ്മയായിരുന്നു ശരിയെന്ന് അവന് മനസ്സിലായി. അന്നത്തെ ആ കാഴ്ച അവൻ്റെ കുഞ്ഞു മനസ്സിനെ നന്നായി വേദനിപ്പിച്ചിരുന്നു. അമ്മയോട് പോലും തുറന്നു പറയാൻ അവൻ പേടിച്ചു. അന്ന് തൊട്ട് അച്ഛനോട് അകൽച്ച കാണിച്ചു. പിന്നെ അധികം വൈകാതെ ഒരിക്കൽ അച്ഛൻ ആ സ്ത്രീയെയും അവരുടെ മകനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അവർ കൂടി ഇനിയും അവർക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു. അമ്മ തകർന്നുപോയി. എങ്കിലും അവരെ അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഭ്രാന്തെടുത്തതുപോലെ അമ്മ ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ അമ്മയുടെ മുഖത്തിട്ട് ആഞ്ഞടിച്ചു. അച്ഛനോടുള്ള അവസാന ഇഷ്ടവും ആ നിമിഷം ഇല്ലാതായി. കൊന്നാലും അവരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന അമ്മയുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആ സ്ത്രീയും മകനുമായി അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അച്ഛനുമായി യാതൊരു റിലേഷനുമില്ലാതെ കുറച്ച് നാളുകൾ. എന്നാൽ ഇടയ്ക്ക് ഏതോ സമയം തൊട്ട് അമ്മ അച്ഛനോട് കുറച്ച് മയത്തിലായി. അച്ഛൻ വന്നാൽ വീട്ടിലേക്ക് കയറ്റാൻ തുടങ്ങി. അതും എന്നെ കാണാൻ വരുമ്പോൾ മാത്രം. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആകുന്നത്. അതെങ്ങനെയെന്ന് ഇപ്പോഴും അറിയില്ല. രാമൻചേട്ടൻ്റെ വാക്കുകളിലാണ് അമ്മയ്ക്ക് അപകടം പറ്റിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് അച്ഛനാണെന്ന് അറിഞ്ഞത്. അച്ഛനാണ്. അത് മറന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും ആ മനുഷ്യനെതിരെ നിന്നുണ്ടാകരുത് എന്ന അമ്മയുടെ വാക്കുകൾ ഓർത്ത് മാത്രമാണ് ഇപ്പോഴും അയാളെ ഒന്നും പറയാതെ നിന്നത്. അർജുൻ ഓർത്തുകൊണ്ട് പല്ലിറമി. ഇനി അങ്ങനെ ആകില്ല, അർജുൻ പതിയെ പറഞ്ഞു. വീണ്ടും അവൻ്റെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞു.
ശില്പയുടെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൻ്റെ മനസ്സ് വീണ്ടും കലുഷിതമായി. ചിന്തകളെ മാറ്റി നിർത്തി ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ അമ്മയുടെ തളർന്ന കിടപ്പും ശില്പയുടെ ഫ്ലാറ്റിൽ വെച്ചുണ്ടായ കാര്യങ്ങളുമാണ് മിന്നിമായുന്നത്. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഫോൺ കയ്യിലെടുത്തു. റിയാസിനെ വിളിച്ചു. അജു, നീ ഉറങ്ങിയില്ലേ? 2 റിങ് മുഴുവിപ്പിക്കും മുൻപ് റിയാസ് ഫോൺ എടുക്കുകയും ഒപ്പം ഒരു ചോദ്യം കഴിഞ്ഞിരുന്നു. എടാ, അത് പിന്നെ, അർജുൻ നെറ്റിയൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു വന്നതും പെട്ടെന്ന് റിയാസ് ഫോൺ കട്ട് ചെയ്തു. അർജുൻ മുഖം ചുളിച്ചുകൊണ്ട് ഫോണിലേക്ക് ഒന്ന് നോക്കി. അതേ നിമിഷം റിയാസിൻ്റെ വീഡിയോ കോൾ അവനെ തേടിയെത്തി. അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. ദാ ഇത് കണ്ടോ, ICU. ഞാൻ ഇതിന് മുൻപിൽ തന്നെ ഇരിപ്പുണ്ട്, റൂമിലേക്ക് പോലും പോയിട്ടില്ല. റിയാസ് അവന് പുറകിലെ ICU കാണിച്ചുകൊണ്ട് തിരിഞ്ഞ് സ്ക്രീനിലെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എടാ, അതല്ല അജു, എനിക്ക് മനസ്സിലാകും അമ്മയുടെ കാര്യത്തിലുള്ള നിൻ്റെ കൺസേൺ. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റിയാസ് അവനെ നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞു. അർജുൻ കണ്ണുനടച്ചു തുറന്നു. അല്ലെങ്കിലും ഇവിടെ അധികം കളക്ഷനൊന്നുമില്ലടാ, അതുകൊണ്ട് ഇതിനു മുന്നിൽ നിന്ന് വായി നോക്കി ഞാൻ എവിടേക്കും പോകില്ല. റിയാസ് അർജുൻ്റെ ടെൻഷനൊന്നും മാറ്റാൻ പറഞ്ഞു. അത് കേട്ട് അർജുനും ഒന്ന് ചിരിച്ചു. നീ കഴിച്ചോ? റിയാസ് പിന്നെ ചോദിച്ചു. ഇല്ലടാ. അർജുൻ പറഞ്ഞതിന് റിയാസ് അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. വിശന്നില്ലടാ, ഞാനൊന്ന് വന്ന് ഫ്രഷായി കിടന്നു, എന്നാൽ ഉറക്കം വന്നില്ല. അർജുൻ പതിയെ പറഞ്ഞു. എടാ അമ്മായി, രാവിലെ എന്തോ ഒന്ന് കഴിച്ചതാ, പിന്നെ ഒന്നും നീ കഴിച്ചിട്ടില്ല. റിയാസ് പല്ല് കടിച്ചു. നീ വല്ലതും കഴിച്ചോ? അർജുൻ അവനെ നോക്കി ചോദിച്ചു. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വരുത്തിച്ചായിരുന്നു. റിയാസ് പറഞ്ഞത് കേട്ട് അവനൊന്നും മൂടി. എന്തേലും ഓർഡർ ചെയ്യടാ, അല്ലെങ്കിൽ സെർവൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയ്, റിയാസ് പറഞ്ഞു. എല്ലാ സെർവൻസിനെയും ഞാൻ പറഞ്ഞു വിട്ടടാ. അർജുൻ പറഞ്ഞപ്പോഴാണ് ആ കാര്യം റിയാസും ഓർത്തത്. ടോണി ഒന്നുമില്ലേ അവിടെ? നീ തനിച്ചാണോ? റിയാസ് സംശയത്തോടെ ചോദിച്ചു. അർജുൻ്റെ മനസ്സിലേക്ക് ഭദ്രയുടെ മുഖം തെളിഞ്ഞു വന്നു. ഒരു കോഫി ഇട്ട് കുടിക്കുക, അപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം മാറും, റിയാസ് പറഞ്ഞു. ശരി, രാവിലെ ഞാനങ്ങ് വരാം. ഇനി അതല്ല, എന്തെങ്കിലും ആവശ്യം രാത്രിയിൽ ഉണ്ടായാൽ ഞാൻ എന്നെ വിളിക്കില്ല. ഇവിടെ ഇപ്പോൾ അമ്മയുടെ ആവശ്യത്തിന് ഞാനുണ്ട്, പുറകിൽ നിൻ്റെ 2 ഗാർഡ്സ് ഉണ്ട്. നീ കിടന്ന് ഉറങ്ങാൻ നോക്കി ചക്ക. റിയാസ് അവനെ നോക്കി കണ്ണുരുട്ടി. അർജുൻ ഒന്നും നിശ്വസിച്ചുകൊണ്ട് റിയാസിനെ നോക്കി. നിൻ്റെ അമ്മ എൻ്റെയും കൂടെ അല്ലേടാ? റിയാസിൻ്റെ ചോദ്യം കേൾക്കെ പിന്നെ ഒന്നും പറയാൻ അർജുന് തോന്നിയില്ല. അവൻ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ട് വീണ്ടും ബെഡിലേക്ക് കിടന്നു. ഉറക്കം വീണ്ടും വരുന്നില്ല എന്ന് കാണേ അവൻ ലൈറ്റ് ഇട്ടുകൊണ്ട് എഴുന്നേറ്റു. ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് അവന് തോന്നി. താഴത്തെ നിലയിലേക്ക് എത്തിയവൻ കിച്ചന് നേരെ നടക്കാൻ ഒരുങ്ങിയെങ്കിലും പിന്നെ പെട്ടെന്ന് ഭദ്രയുടെ ഓർമ്മ വന്നതും അവൻ അവൾക്ക് നൽകിയ റൂമിനരികിലേക്ക് ചെന്നു. റൂമിൽ ഇപ്പോഴും ലൈറ്റ് ഉണ്ടെന്ന് കാണേ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ആദ്യം കഥകിൽ തട്ടി വിളിക്കാൻ നിന്നെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അവൻ ഹാൻഡിലിൽ പിടിച്ചൊന്ന് തിരിച്ചതും ഡോർ തുറന്നു. അവൻ ഡോർ തള്ളി തുറന്നതും ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി മുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി കൂനിക്കൊടിയിരുന്നവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. അവളുടെ കലങ്ങിയ മിഴികൾ കാണേ അവൻ്റെ മുഖമൊന്ന് കനത്തു. അവനെ കണ്ടതേ അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് നിന്നു. നീ എന്തിനാ കരഞ്ഞത്? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്? അവൻ്റെ ശബ്ദം ഉയർന്നു. ഒന്നുമില്ല, ഭദ്ര പതിയെ പറയുന്നതിനൊപ്പം കണ്ണുകൾ അമർത്തി തുടയ്ക്കുകയും ചെയ്തു. ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന് മുങ്ങാൻ നിനക്ക് വട്ടാണോ? അവൻ പല്ലെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളിൽ നിന്ന് മറുപടിയൊന്നുമില്ല എന്ന് കാണേ അവൻ ദേഷ്യത്തിൽ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തി. അവൾ പകപ്പോടെ അവനെ നോക്കി. നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, മനസ്സിലായോ? അവൻ അവൾക്ക് അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അനങ്ങാനാകാതെ നിന്നുപോയി. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വാ തുറന്ന് മറുപടി പറയണം എന്ന് മുന്നേ ഞാൻ പറഞ്ഞു നിന്നോട്. അവൻ അവളുടെ മുടിയിൽ പിടിമുറുക്കി പല്ലെറിഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചു. നീ എഴുതി ഒപ്പിട്ട കോൺട്രാക്റ്റ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവൻ ചോദിച്ചതിന് അവളൊന്നും തലയനക്കി. മുടിയിൽ പിടിച്ച് അവളുടെ തല അവൻ ഒന്നുകൂടി മലർത്തി. ആഹ്! വേദനയോടെ അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. കാറാൻ മാത്രമല്ലാതെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ കൂടി നിന്റെ വാ തുറക്കടി, അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓർമ്മയുണ്ട്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ കാണേ അവൻ അവളുടെ മുടിയിൽ നിന്ന് പിടിവിട്ടു. ഭദ്ര പേടിയോടെ പുറകിലേക്ക് മാറി. കണ്ണു തുടക്കേ, അവൻ വലിഞ്ഞു മുറുകിയ സ്വരത്തിൽ തന്നെ പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി. ഇനി നീ കരയുന്നത് ഞാൻ കാണരുത്, കണ്ടാൽ. അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. പറഞ്ഞതും അവൾ തന്നെ അനക്കി. വീണ്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങിയതും അവൾ വെപ്രാളത്തോടെ അത് തുടച്ചു. പിന്നെയാണ് തല കുലുക്കിയത് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ കൈ കൂട്ടി തിരുമ്മി അവനെ നോക്കി. കോൺട്രാക്റ്റ് വരാം, ഞാൻ പറഞ്ഞത് എല്ലാം നീ അനുസരിക്കുമെന്ന് നീ എഴുതി ഒപ്പിട്ട് തന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതിൽപ്പെടും. എന്നെ ധിക്കരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ
ഈ അർജുൻ നിൻ്റെ ജീവിതം അങ്ങ് നരകിപ്പിക്കും. അവൻ പറയുന്നത് കേൾക്കെ അവൾക്ക് പ്രത്യേകമൊന്നും തോന്നിയില്ല. കാരണം ഇപ്പോഴുള്ള അവളുടെ അവസ്ഥ തന്നെ നരകതുല്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ ചോദിക്കുന്ന പണം അതിപ്പോൾ എത്ര കോടി രൂപയായാലും നീ എനിക്ക് തരേണ്ടി വരും. പിന്നെ നാട്ടിലുള്ള നിൻ്റെ വീടിൻ്റെ കാര്യം നീ മറക്കേണ്ടി വരും. അവൻ തുടർന്നു. അവളിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലെന്ന് കാണെ അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. പിന്നെ നിന്റെ അനിയത്തിയുണ്ടല്ലോ. അവൻ പറയുന്നത് കേൾക്കെ അവൾ ഞെട്ടലോടെ കണ്ണും മിഴിക്കുന്നത് കാണെ അവൻ്റെ ചുണ്ടിൽ ചെറിയ വിജയിച്ചിരി വിരിഞ്ഞു. അവളെ എങ്ങനെ അവൻ്റെ രീതിക്ക് നടത്തണമെന്ന് അവൻ ആ നിമിഷം മനസ്സിലായി. നിൻ്റെ അനിയത്തി എവിടെ, ഏത് സ്കൂളിൽ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും അവളുടെ താമസം എവിടെയാണെന്നുമൊക്കെ നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. നീ ഞാൻ പറയുന്നതിനെതിരെ ചെയ്യുന്ന നിമിഷം അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ അനിയത്തിയാകും. നിനക്ക് അവളുടെ അടുത്തെത്തി ചെല്ലാൻ പറ്റും മുമ്പ് എൻ്റെ ആളുകൾ അവളുടെ അടുത്ത് എത്തിയിരിക്കും. അതുകൊണ്ട് സ്വന്തം അനിയത്തിയോട് എന്തെങ്കിലും ഇഷ്ടം നിനക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതാകും നിനക്ക് നല്ലത്. അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞൊഴുകി. എൻ്റെ ലക്ഷ്മനും ഒന്നും ചെയ്യരുത്. ഞാൻ സാറ് പറയുന്നത് എല്ലാം അനുസരിച്ചോളാം. അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്തും ചെയ്തോളാം. അവളേ ഉള്ളൂ എനിക്കാകെ. അവളെ ഒന്നും ചെയ്യരുത്. ഭദ്ര പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അവൻ്റെ കാൽക്കിലേക്ക് വീണ് അവന് നേരെ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് പതറിപ്പോയി. അവൻ പെട്ടെന്ന് തന്നെ രണ്ടടി പുറകിലേക്ക് മാറി. നിൻ്റെ ഈ കരച്ചിൽ നിർത്തിയിട്ട് എഴുന്നേക്ക്, അവൻ അവളെ നോക്കി അസ്വസ്ഥതയോടെ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പി തന്നെ ഇരുന്നു. എഴുന്നേൽക്കാനാണ് ഞാൻ പറഞ്ഞത്. അവൻ ശബ്ദമുയർത്തിയതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഒരു കാര്യം തന്നെ എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്, അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചുണ്ടുകൾ ഉള്ളിലേക്കാക്കി പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ഏങ്ങലിനെ പിടിച്ചു നിർത്താൻ നോക്കി. കണ്ണു തുടച്ച് നിന്റെ കരച്ചിൽ നിർത്തി എനിക്ക് നേരെ നോക്ക്, അവൻ പറഞ്ഞതും അവൾ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. വീണ്ടും വീണ്ടും കണ്ണുകൾ നിറഞ്ഞതും അവൾ ശക്തമായി തന്നെ കണ്ണും മുഖവും തുടച്ചു. പിന്നെ അവനെ മുഖം ഉയർത്തി നോക്കി. അവളുടെ മുഖമാകെ ചുമന്നു തൊടുത്തത് അവൻ ശ്രദ്ധിച്ചു. ഞാൻ പറയാതെ ഈ വീടിന് പുറത്ത് ഇറങ്ങരുത്. ഞാൻ പറയുന്നവരോടല്ലാതെ ബാക്കി ആരോടും നീ സംസാരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ അറിയാതെ ആരെയും വിളിക്കരുത്. നമുക്കിടയിലുള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യം നീയായിട്ട് ആരോടും പറയരുത്, അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. എനിക്ക് ഈ വിക്കി പിറകെ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ നല്ല വ്യക്തമായി വാ തുറന്ന് പറയണം. അവൾ എന്താ പറയാൻ വെപ്രാളപ്പെടുന്നത് കാണെ അവൻ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അത് കേൾക്കെ അവൾ തല താഴ്ത്തി നിന്നു. ഇങ്ങനെ 24 മണിക്കൂറും തല കുമ്പിട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ അവളുടെ നിൽപ്പ് കണ്ട് പറഞ്ഞതും അവൾ തലയുയർത്തി പിടിച്ചു നിന്നു. പക്ഷേ അവന് നേരെ മിഴികൾ ഉയർത്തിയില്ല. നീ എന്താ പറഞ്ഞു വന്നത്, അവൻ കൈകൾ മാറിൽ പിണച്ചു വെച്ച് അവളെ നോക്കി ചോദിച്ചു. അവൾ വീണ്ടും മിക്കി പിറക്കി അവനെ നോക്കിയതും അവൻ്റെ കല്ലിച്ച മുഖം കാണെ പെട്ടെന്ന് തല താഴ്ത്തി സംസാരിക്കാൻ വന്നത് നിർത്തി. എന്നാൽ അവൻ മുന്നേ പറഞ്ഞത് ഓർത്തതും അവൾ തല ഉയർത്തി. ക്ഷമിക്കണം, ഞാൻ ശരിക്കാക്കിക്കോളാം, അവളൊന്ന് ആദ്യം പതറിയെങ്കിലും അവനെ നോക്കി പതിയെ പറഞ്ഞു. എന്ത് ശരിയാക്കിക്കൊള്ളാമെന്ന് അവൻ ഒരു പുരികം പൊന്തിച്ച് ചോദിച്ചു. അത് നേരെ സംസാരിക്കാനും പറ്റും, അവൾ വീണ്ടും പതിയെ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. അവളെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടം തൻ്റെ മുഖത്ത് തന്നെയായെന്ന് കാണെ അവൾ വെപ്രാളത്തോടെ മിഴികൾ പല വഴി മാറ്റി. നിനക്ക് കോഫി ഉണ്ടാക്കാനും മറ്റുമൊക്കെ അറിയില്ലേ, അവൻ്റെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾക്ക് അവൾ പതിയെ തലയാട്ടി. ഉവ്, പെട്ടെന്ന് ഓർത്തതുപോലെ അവൾ മറുപടി പറഞ്ഞു. അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. എന്നെ പിറകെ വാ, അവൻ പറഞ്ഞത് കേൾക്കെ അവൾ ഷാൾ കൊണ്ട് വീണ്ടും മുഖവും കഴുത്തുമൊക്കെ തുടച്ചുകൊണ്ട് അവന് പുറകെ നടന്നു. അവൻ നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു. അവൻ അവിടെ എത്തി ലൈറ്റ് സെറ്റൊന്ന് തിരിഞ്ഞു. മേക്ക് കോഫി, അവൻ അവളോട് പറഞ്ഞു. അവൾക്ക് പെട്ടെന്ന് അവനെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. പറഞ്ഞത് കേട്ടില്ലേ നീ, അവൾ നിന്നയിടത്ത് നിന്ന് അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല, അവൾ പറഞ്ഞു. ഓ, ചായയോ കാപ്പിയോ അങ്ങനെ നിനക്ക് എന്താണോ ഉണ്ടാക്കാൻ അറിയുന്നത് അത് ഉണ്ടാക്കാൻ മനുഷ്യന് തലവേദന എടുത്തിട്ട് പാടില്ല, അവൻ നെറ്റി ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. അവൾ ഷാളിൽ നിന്ന് പിടിവിട്ട് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി ചുറ്റും നോക്കി. വലിയ അടുക്കള കാണെ അവൾ ഒന്ന് ഉമിനീറ് കിളക്കി. പിന്നെ അടുപ്പ് എവിടെയാണെന്ന് നോക്കി. നീ എന്താ ഈ നോക്കുന്നത്, അവൻ അവളെ നുളുക്കി അല്പം ഈർഷ്യയോടെ ചോദിച്ചു. അത് അടുപ്പ്, അവൾ പതിയെ പറഞ്ഞു. അടുപ്പോ, അവൻ നെറ്റി ചുളിച്ച് ചോദിച്ചു. പിന്നെ കിച്ചണിലെ ഒരു ഐലൻഡിന് അരികിലേക്ക് പോയി നിന്നു. ഇവിടെ വിറകടപ്പൊന്നുമില്ല, ദാ ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്, അവൻ ആ ഐലൻഡിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഭദ്ര അവിടേക്കൊന്ന് നെറ്റി വലിഞ്ഞു നോക്കി. ഇവിടെ വന്ന് നോക്കടി, അവളുടെ നോട്ടം കണ്ട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ വേഗം അവൻ അരികിലേക്ക് ചെന്ന് നോക്കി. ആ ഐലൻഡിൻ്റെ നടുവിലായി കറുത്ത വലിയ ഫ്രെയിമിൽ ഓരോ ഭാഗത്ത് 4-5 വട്ടം അവൾ കണ്ടു. ഇതെന്താ സംഭവം എന്ന രീതിക്ക് അവൾ അതിലേക്കും പിന്നെ പതിയെ അർജുനെയും ഒന്ന് നോക്കി. വേഗം കോഫി ഇട്, അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിന്നു. അവൾ പിന്നെയും അവിടെ നിന്ന് പരിങ്ങി കളിച്ചു. അത് കാണെ അവൻ ഒന്ന് നെറ്റി തടവി. ഇനി എന്താ, അവൻ പല്ലെറിമിക്കൊണ്ട് ചോദിച്ചു.
അത് സാറേ. അവളുടെ സംസാര രീതി കണ്ട് അവൻ്റെ മുഖം ശരിക്ക് കടുത്തു. അത് സാറേ, ഇതെങ്ങനെയാണ് കത്തിക്കുന്നത്? പിന്നെ സാധനങ്ങളൊക്കെ എവിടെയാ? അവൻ്റെ നോട്ടം കണ്ടതും അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. അർജുൻ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് വരുന്നത് കണ്ടതും അവൾ പേടിയോടെ പുറകിലേക്ക് മാറി. ദാ ഇവിടെ നോക്ക്. അർജുൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അത് കത്തിക്കുന്നത് എങ്ങനെയാ എന്ന് കാണിച്ചു കൊടുത്തു. അവളത് ശ്രദ്ധയോടെ നോക്കി. അവൻ അതിനുശേഷം അവളെ നോക്കി. ഭദ്ര അവൻ്റെ നോട്ടം കണ്ട് വേഗം അവിടെയെല്ലാം നോക്കി. പാത്രവും കോഫി പൗഡറും എല്ലാം ഏതെങ്കിലും ഡ്രോയറിൽ കാണും. നിന്നിടത്ത് തന്നെ നിൽക്കാതെ എല്ലായിടത്തും നോക്കാൻ നോക്ക്. അവൻ പറയുന്നത് കേട്ട് അവൾ പതിയെ അവിടെയുള്ള കബോർഡ്സ് തുറന്നു നോക്കാൻ തുടങ്ങി. അവൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കൂട്ട് അലുമിനിയത്തിൻ്റെയോ അതല്ലെങ്കിൽ മൺപാത്രങ്ങളോ അവിടെയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ചില്ലിൻ്റെയും മറ്റു സാധനങ്ങളാണ് കൂടുതൽ. കുറേ നോക്കി അവൾ ഒരു സ്റ്റീലിൻ്റെ പാത്രം കയ്യിലെടുത്ത് അവനെ നോക്കി. അവൻ്റെ നോട്ടം തന്നെ തന്നെയാണെന്ന് കാണേ അവൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റി. ഈ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ സാർ ഉപയോഗിക്കേണ്ടത്? അവൾ പതിയെ ചോദിച്ചു. അവനിൽ നിന്നൊരു മൂളൽ വന്നതും അവൾ ഒരു ടാപ്പ് തുറന്ന് പാത്രത്തിൽ വെള്ളം പിടിച്ച് അവൻ കത്തിച്ചൊരു അടുപ്പിലേക്ക് വെച്ചു. പിന്നെ അവൾ വീണ്ടും കബോർഡൊക്കെ തുറന്ന് നോക്കാൻ തുടങ്ങി. അർജുൻ അടുപ്പിന് താഴെ തന്നെയുള്ള കബോർഡ് തുറന്നു നോക്കി. അതിൽ കുറേ അധികം ഗ്ലാസ് ബോട്ടിലുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ എന്തെല്ലാം ആണെന്ന് എഴുത്തുമുണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്ക്. അർജുൻ ഭദ്രയെ നോക്കി പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നെ പതിയെ അവിടേക്ക് നടന്നു. ഇതിലുണ്ടാകും, നോക്ക്, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അല്പം മാറി നിന്നു. അത് കാണെ ആശ്വാസത്തോടെ ഭദ്ര ആ ഡ്രോയറിൻ്റെ അടുത്തേക്ക് വന്നു നോക്കി. അതിലെ എഴുത്ത് കണ്ടതും അവിടെ നിന്ന് വിശ്വസിച്ചുകൊണ്ട് കോഫി പൗഡറും പഞ്ചസാരയും ഏലക്ക പൗഡറുമുള്ള ബോട്ടിലുകൾ എടുത്ത് മുകളിലേക്ക് വെച്ച് അത് തുറന്നു നോക്കി. അതുതന്നെയാണ് സാധനമെന്ന് ഉറപ്പിച്ചു. എനിക്ക് ഷുഗർ വേണ്ട, അവൻ അവളുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ പതിയെ ഒന്ന് നോക്കി. പിന്നെ തലയനക്കി പഞ്ചസാര എടുത്തു വെച്ചു. ബ്ലാക്ക് കോഫിയാണോ ഉണ്ടാക്കുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ മനസ്സിലാകാതെ നെറ്റിച്ചുളിച്ചു. പാല് വേണ്ടേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. പാലും കാപ്പിയാണോ സാറിന് വേണ്ടത്? അവൾ പതിയെ ചോദിച്ചു. അവനിത് നെറ്റി തടവി. ആ, എന്ത് കുന്തമേലും ഉണ്ടാക്കിത്താ, അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. ഭദ്ര പെട്ടെന്നൊരു വെപ്രാളത്തോടെ അവൻ പോകുന്നത് നോക്കി. അവൻ എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് അവൾക്ക് സംശയം തോന്നി. വെള്ളം തിളച്ചു മറിഞ്ഞത് നോക്കി അവൾ ഒരു നിമിഷം നിന്നു. പാലില്ലല്ലോ. അപ്പോൾ കടുങ്കാപ്പിയെ മതിയായിരിക്കും. ഒന്നുകൂടി ഒന്ന് ചോദിക്കണോ? ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെട്ടാലോ? തലവേദനയാണെന്നല്ലേ പറഞ്ഞേ? അവൾ ഒന്നുകൂടി ആലോചിച്ചു. പിന്നെ വെള്ളം തിളച്ച് പറ്റുന്നതിന് മുമ്പ് പൊടിയെല്ലാം ഇട്ട് കടുങ്കാപ്പി ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ചു മുൻപ് തുറന്നപ്പോൾ ഒരു ഡ്രോയിൽ കുപ്പി ഗ്ലാസ് ഇരിക്കുന്നത് അവൾ കണ്ടായിരുന്നു. അതോർത്ത് ആ ഡ്രോയെ തുറന്ന് ഒരു ഗ്ലാസ് എടുത്തു കഴുകി അവൾ അതിലേക്ക് കാപ്പി ഒഴിച്ചു. പിന്നെ അത് പൊക്കി എടുത്തുകൊണ്ട് കിച്ചന് പുറത്തേക്ക് നടന്നു. കിച്ചന് പുറത്തെ ഡൈനിങ് ഏരിയയിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു. അവൾ പതിയെ അതുകൊണ്ട് ചെന്ന് അവനെ നേരെ നീട്ടി. മുന്നിലേക്ക് നീട്ടിയ ഗ്ലാസ് കണ്ട് അവൻ മുഖം ചൊളിച്ച് അവളെ നോക്കി. ഇതെന്താ? അവൻ സംശയത്തോടെ ചോദിച്ചു. സാറിന് കടുങ്കാപ്പി, അവൾ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു. പാൽ ഈ രാത്രിയിൽ കിട്ടില്ലല്ലോ, അതാ കടുങ്കാപ്പി എടുത്തത്. അവൾ പിന്നെയും പറഞ്ഞു. പാലല്ല പ്രശ്നം, ഈ ഗ്ലാസ്സിൽ എന്താ കാപ്പി എടുത്തിരിക്കുന്നത്? അവൻ കടുപ്പിച്ച് തന്നെ ചോദിച്ചു. അവൾ നെറ്റി ചുളിച്ചു. പിന്നെ വേറെ ഏതിലാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഓ കോപ്പ്, ഇങ്ങ് താ. അവൻ ദേഷ്യത്തിൽ പല്ലേർമി അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി. ഗ്ലാസ്സിലെ ചൂട് കാരണം അവൻ്റെ കൈ ഒന്ന് വിറച്ചു. ഒപ്പം അവൻ പെട്ടെന്ന് ഗ്ലാസ് ടേബിളിലേക്ക് ശക്തമായി വെച്ചു. ചായ തുളുമ്പി അവൻ്റെ കയ്യിലേക്ക് വീണു. അയ്യോ! ഭദ്ര ഒരു കൈ വാമൂടി പറഞ്ഞുപോയി. നാശം പിടിക്കാൻ, അവൻ കൈയൊന്ന് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. നോക്കട്ടെ. അവൾ പെട്ടെന്ന് മറ്റൊന്നും ഓർക്കാതെ അവൻ്റെ കൈ പിടിച്ചു നോക്കി. അവന് നീറുന്നുണ്ടാകുമെന്നോർത്ത് അവൾ പതിയെ അവൻ്റെ കയ്യിലേക്ക് ഊതാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ്റെ ശ്രദ്ധ അവളുടെ അടുത്ത് കാണുന്ന മുഖത്ത് തന്നെ പതിഞ്ഞു. കൺപീലികൾ നിറഞ്ഞ അവളുടെ ഉണ്ട കണ്ണുകളും വടിവത്ത നാസികത്തുമ്പും റോസ് കളർ വരണ്ട ചുണ്ടുകളിലും അവളുടെ ചുണ്ടിന് താഴെയായുള്ള മറുകിലും എല്ലാം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. പിന്നീട് അവൻ്റെ ശ്രദ്ധ പോയത് അവൾ കുനിഞ്ഞപ്പോൾ ചുരിദാറിൻ്റെ ഇടയിലൂടെ ദൃശ്യമായ മാറിൻ കുഴിയിലേക്കാണ്. അവൻ്റെ തൊണ്ട വരണ്ടുപോയി. ഒരിക്കൽ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ തൻ്റെ മുഖവും ചുണ്ടും നാവും അലിഞ്ഞതോർക്കെ അവന് തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയി ഇതുപോലെ തോന്നി. പെട്ടെന്ന് വെപ്രാളത്തിൽ അവൻ അവളിൽ നിന്ന് കൈവലിച്ചു മാറ്റി ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഭദ്രയും പെട്ടെന്ന് പുറകിലേക്ക് മാറിപ്പോയി. നീ മനഃപൂർവ്വമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അവൻ അവളെ നോക്കി ദേഷ്യപ്പെട്ടു. അവൾ കണ്ണു മിഴിച്ച് അവനെ നോക്കി. ഓരോന്നൊക്കെ ചെയ്ത് അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ചൂട് ഞാൻ പിടിച്ചപ്പോൾ അധികം ചൂട് തോന്നിയില്ല, അതാ സാറിൻ്റെ കയ്യിൽ തന്നത്. അവൾ അവൻ്റെ ദേഷ്യം കണ്ട് തല താഴ്ത്തി നിന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ നെറ്റിയൊന്ന് തടവി അവളെ നോക്കി. കുറച്ചു മുമ്പ് അവൾ കുഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. അവൻ പെട്ടെന്ന് അവളെ നോക്കാനാകാതെ അവിടുന്ന് കിച്ചണിലേക്ക് നടന്നു. ഭദ്ര അവൻ പോകുന്നത് നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അർജുൻ കിച്ചണിലേക്ക് ഒന്ന് വന്നു നിന്നു.
ശേ. അവൾ അടുത്തേക്ക് വരുമ്പോൾ പലപ്പോഴും താനെന്ന പുരുഷൻ്റെ നിയന്ത്രണങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ അല്പനേരം മനസ്സിനെ ശാന്തമാക്കാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ചെറിയ നീറ്റൽ തോന്നിയ കൈ പൈപ്പിന് കീഴിലേക്ക് വെച്ച് നനച്ചു. ഡൈനിങ് ടേബിളിൽ ഗ്ലാസ് വെച്ചപ്പോൾ ചായ തുളുമ്പി വീണത് അവൾ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് തുടച്ചു മാറ്റിയപ്പോഴാണ് അർജുൻ തിരികെ അവിടേക്ക് വന്നത്. നീ എന്തായി കാണിക്കുന്നത്? ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വെച്ചാണോ അതൊക്കെ തുടയ്ക്കുന്നത്? അവളുടെ പ്രവൃത്തി കണ്ട് അവൻ ശബ്ദമുയർത്തി. അവൾ അവനെ കണ്ടതും തല താഴ്ത്തി നിന്നു. നേരെ നോക്കടി. അവൻ്റെ സ്വരം മുറുകി. അവൾ പെട്ടെന്ന് തന്നെ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും കലങ്ങി തുടങ്ങിയിരുന്നു. ഇത് കണ്ടോ? ഇതുപോലത്തെ കപ്പ് കിച്ചണിൽ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും വേണം കോഫിയോ ടീയോ ഒക്കെ എടുക്കാൻ. ഓരോ സാധനങ്ങളും എടുക്കാൻ പ്രത്യേകം പാത്രങ്ങളുണ്ട്. അതിപ്പോൾ കുടിക്കാനായാലും കഴിക്കാനായാലും. പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൂരി അല്ല ആരും ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അതിന് വേണ്ടതെല്ലാം കിച്ചണിലും പുറത്തുള്ള സ്റ്റോറേജ് റൂമിലുമായി ഉണ്ട്. നോക്കിയും കണ്ടും അതെടുത്ത് ഉപയോഗിക്കും. മനസ്സിലായോ? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അവൻ്റെ ചോദ്യത്തിന് അവൾ വേഗം തലയനക്കി. മനസ്സിലായി സാർ. അവനൊരു പുരുകം പൊതിച്ചു നിന്നതും അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് കയ്യിലിരുന്ന കപ്പ് ടേബിളിലേക്ക് വെച്ചു. ഗ്ലാസിൻ്റെ സൈഡിൽ പിടിച്ച് ചൂടുണ്ടോയെന്ന് നോക്കി. ഞാൻ ഒഴിച്ചു തരാം. അവൻ്റെ പ്രവൃത്തികൾ കണ്ട് ഭദ്ര പതിയെ പറഞ്ഞു. അവൻ അവളെ നോക്കി. പിന്നെ മൂളി. അവൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലെ കോഫി അവൻ കൊണ്ടുവന്ന കപ്പിലേക്ക് പകർന്നു. ഇവളുടെ കൈക്ക് ചൂടൊന്നും തോന്നുന്നില്ലേ എന്ന് അവനൊന്ന് ആലോചിച്ചു. അവൻ ഒഴിച്ചു കപ്പ് അവന് നേരെ നീട്ടിയതും അവൻ അത് വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചു. സാധാരണ അവൻ ബ്ലാക്ക് കോഫി കുടിക്കാറില്ലാത്തത് ആയിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ കുടിക്കാമെന്ന് വെച്ചതാണ്. എന്നാൽ അവൾ ഉണ്ടാക്കിയ കോഫി വായിലേക്ക് പകർന്നതും ഏലക്കയുടെയും ഉലുവയുടെയും കൂടി രുചി അവൻ്റെ നാവിൽ കലർന്നു. എന്തുകൊണ്ടോ അവനത് നന്നായി ഇഷ്ടമായി. അവൻ ഫോണിൽ നോക്കി കോഫി കുടിച്ചുകൊണ്ട് അവിടെ കൂടെ നടന്നു. ഭദ്ര അവൻ്റെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ട് ഗ്ലാസും കയ്യിൽ പിടിച്ച് അങ്ങനെയും നിന്നു. അവൻ കോഫി മുഴുവൻ കുടിച്ചു കഴിഞ്ഞതും കപ്പ് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി വേഗം കിച്ചണിലേക്ക് പോയി. ഗ്ലാസും കപ്പും കഴുകി വെച്ചവൾ കാപ്പിയിട്ട പാത്രത്തിൽ കുറച്ചുകൂടി കാപ്പി ഇരിക്കുന്നത് കണ്ടതും പതിയെ വാതിലിലേക്ക് നോക്കി. അർജുൻ അവിടെ ഇല്ല എന്ന് മനസ്സിലായതും അവൾ പതിയെ ആ പാത്രം ചുണ്ടോട് അടുപ്പിച്ച് ബാക്കിയുണ്ടായിരുന്ന തണുത്ത കാപ്പി കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് പാത്രം മാറ്റി നോക്കിയപ്പോഴാണ് അവളെ നോക്കി കൈ മാറിൽ കെട്ടി നിൽക്കുന്നവനെ അവൾ കാണുന്നത്. അവൾക്ക് ചമ്മലും പേടിയുമെല്ലാം ഒരുപോലെ തോന്നിപ്പോയി. തൊണ്ട വരണ്ടപ്പോൾ ഇച്ചിരി കുടിച്ചതാ സാറേ. അവൾ പതിയെ അവൻ്റെ വഴക്ക് പ്രതീക്ഷിച്ച് പറഞ്ഞു. നിന്നോട് ഞാനൊന്നും കുടിക്കുകയും കഴിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ പെട്ടെന്നില്ല എന്ന് തലയാട്ടി. അപ്പോൾ പിന്നെ പാത്തും പതിങ്ങും കഴിക്കേണ്ടേയും കുടിക്കേണ്ടേയും കാര്യമില്ല. ഇവിടെ ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. എന്താ ഏതാ എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കണം. നാളെ പുതിയ സെർവൻസ് വരും. അപ്പോൾ അവരോട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അവർ ചെയ്തു തന്നോളൂ. അവൻ പറഞ്ഞു. ഞാൻ ചെയ്തോളാം ഇവിടുത്തെ ജോലികളൊക്കെ. അവൾ പെട്ടെന്ന് തോന്നിയത് പറഞ്ഞു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. നിന്നെ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാക്കാനല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തിനാണെന്ന് നീ മറന്നില്ലല്ലോ അല്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചതും അവളുടെ തല താഴ്ന്നു പോയി. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് ഇറങ്ങ്. അപ്പം പറഞ്ഞതും അവൾ വേഗം കയ്യിൽ ഇരുന്ന പാത്രം കൂടി കഴുകി വായിൽ വെള്ളം കൊണ്ടുവന്ന് തുപ്പി. പിന്നെ ഇട്ടിരുന്ന ഷാളിൽ കൈയും മുഖവും ഒപ്പി അവനെ നോക്കി. വാ. അവൻ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും അവൾ വേഗം അവന് പുറകെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ഡൈനിങ് ഏരിയയും കടന്ന് മുന്നോട്ട് പോകുന്നത് കാണേ അവൾ സംശയത്തോടെ അവിടെ നിന്നു. പിന്നെ അവൻ കിടക്കാൻ പോവുക എന്ന് ചിന്തിച്ച് അവൾക്ക് കിടക്കാനായി നൽകിയ റൂമിലേക്ക് അവൾ നടന്നു. എവിടേക്കാണ്? പെട്ടെന്ന് പുറകിൽ നിന്ന് അർജുൻ്റെ ശബ്ദം കേട്ടതും അവൾ നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞു നോക്കി. എവിടേക്കാണ് ഈ പോകുന്നത്? അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അത് റൂമിൽ. അവൾ റൂമിലേക്ക് ചൂണ്ടി അവനോട് പറഞ്ഞു. എങ്കിൽ ആ റൂമിലേക്ക് പോകണ്ട. എൻ്റെ ഒപ്പം എൻ്റെ റൂമിലേക്ക് വരാനാണ് ഞാൻ പറഞ്ഞത്. അവൻ പറയുന്നത് കേൾക്കെ അവളുടെ കണ്ണൊന്നും മിഴിഞ്ഞു. അത്രയും നേരം കുറഞ്ഞിരുന്ന ടെൻഷൻ പെട്ടെന്ന് കൂടി. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ പുച്ഛത്തോട് ചോദിച്ചു. അവൾ തല താഴ്ത്തിയിരുന്നു. ബുദ്ധിമുട്ടാണേലും ഞാൻ പറയുന്നത് അനുസരിച്ച് നിനക്ക് മതിയാവൂ. കാരണം അഡ്വാൻസ് കാശ് 50,000 ആണേ നീ എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത്. കൂടാതെ ഒരു എഗ്രിമെൻറ്റും സൈൻ ചെയ്തു. ഞാൻ പറയുന്നത് അനുസരിക്കാത്ത പക്ഷം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അല്പം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. ഇത്ര വേഗം മറന്നോ നീ? അവൻ പുച്ഛത്തിൽ തന്നെ ചോദിച്ചു. അവൻ റൂമിൽ വെച്ച് പറഞ്ഞത് അവൾ ഓർത്തു. താൻ എന്തെങ്കിലും എതിർത്ത് ചെയ്താൽ ലച്ചുവിൻ്റെ ജീവിതവും ജീവനും അപകടത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. നിറഞ്ഞു തുളുമ്പാൻ നിന്ന മിഴികളെ അവൾ ശാസിച്ചു നിർത്തി. പ്രതിമ കണക്കി നിന്നവളുടെ അടുത്തേക്കെത്തി അവളുടെ കയ്യിൽ പിടുത്തമിട്ട് അവൻ. മധുര ഒന്ന് പേടിച്ച് മാറാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ കയ്യിൽ ബലം കൊടുത്ത് അവളെയും കൊണ്ട് അവിടുന്ന് നടക്കാൻ ആരംഭിച്ചു. അവളുടെ ചിന്തകൾ താൻ അവനെ എതിർത്താൽ ലച്ചുവിന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആയിരുന്നു. കൂടാതെ വാങ്ങിയ പൈസ, ലച്ചുവിൻ്റെ ഭാവി എല്ലാം ഓർക്കെ താൻ വീണ്ടും ചെയ്യാൻ പോകുന്നതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി.
അപ്പോഴേക്കും അവൻ അവൻ്റെ റൂമിലെത്തിയിരുന്നു. അവൻ അവളുടെ കൈ വിട്ടതും അവൾ അവനെ നോക്കി. അവൻ ഡോർ ലോക്ക് ചെയ്യുന്നത് കാണെ അവളുടെ ഉള്ളം വങ്ങി. അവളെ ഒന്ന് നോക്കി അവൻ വാഷ്റൂമിലേക്ക് കയറി പോകുന്നത് നോക്കി അവൾ അങ്ങനെ നിന്നുപോയി. അധികം വൈകാതെ അവൻ വാഷ്റൂമിൽ നിന്നിറങ്ങി അവളെ നോക്കി ബെഡിലേക്ക് ചെന്നിരുന്നു. ഇവിടെ വന്ന് കിടക്ക്, അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവൾ ഷാളിൽ തിരുത്തി പിടിച്ചുകൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു. ആ ഷാളം കഴിച്ചു മാറ്റിയേരെ, അവൻ പറഞ്ഞത് കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സ്വന്തം ശരീരം മറ്റൊരാൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന കാര്യമോർക്കെ അവൾക്ക് നെഞ്ചു നേറി. പറഞ്ഞത് കേട്ടില്ലേ നീ? അവൻ ശബ്ദമുയർത്തിയതും അവൾ വെറിയാർന്ന കൈയാലെ പതിയെ ഷാളിൽ കുത്തിയിരുന്ന പിന്നഴിച്ചു മാറ്റി ഷാളും കഴുത്തിന് താഴെ നിന്ന് മാറ്റി. അതങ്ങോട്ട് വല്ലതും കളയി, ഉള്ളതെല്ലാം തൂത്തും തുടച്ചും വെച്ചേക്കുന്നതെല്ലാം മതിലല്ലേ, അവൻ മുഖം ചുളിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. മധുര കയ്യിലിരുന്നവൻ നിലത്തേക്കിട്ടു. ഇവിടേക്ക് കയറി കിടക്കാൻ നോക്ക്, അവൻ വീണ്ടും പറഞ്ഞതും അവൾ പതിയെ അവൻ ഇരിക്കുന്ന ബെഡിൻ്റെ മറുവശം ചെന്നിരുന്നു. കിടക്കാൻ, അവൻ വീണ്ടും ശബ്ദമെടുത്തതും അവൾ പതിയെ ബെഡിലേക്ക് മലർന്നു കിടന്നു. ആ സമയങ്ങളിലൊന്നും അവൾ അവനെ നോക്കിയിരുന്നില്ല. പെട്ടെന്ന് റൂമിൽ ഇരുട്ട് പടർന്നതും അവളും കണ്ണുകൾ ഇറകെ മൂടി. ഏതു നിമിഷവും അവൻ തൻ്റെ ശരീരത്തെ കീഴടക്കുമെന്നോർത്ത് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ കിടന്നു. തൻ്റെ ഒരു വശത്തെ ബെഡ് അനങ്ങുന്നതും മറ്റൊരു ശരീരത്തിൻ്റെ ചൂട് തൻ്റെ ശരീരത്തിലേക്ക് അടുക്കുന്നതും അവൾ അറിഞ്ഞു. കണ്ണുകൾ അവൾ ഇറുകെ മൂടി. പെട്ടെന്ന് അവളുടെ പേരിന് കുറുകെ ഒരു ബലിഷ്ഠമായ കൈയും പാതി ശരീരത്തിന് മുകളിലേക്ക് അർജുൻ്റെ പാതി ശരീരവും അമർന്നു. ഒപ്പം അവൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് ആഴ്ന്നു. അവൾ ശ്വാസം എടുക്കാതെ അനങ്ങാതെ അങ്ങനെ കിടന്നുപോയി.